iOSലെ മസ്റ്റ് ട്രൈ ആപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആപ്പ് സ്റ്റോറിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതാനും ചില ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയുടെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ നമുക്ക് ആപ്പിൾ വാച്ച് യൂസേഴ്സിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഈയിടെ പുറത്തിറക്കിയ അവരുടെ കോപൈലറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇത് ChatGPT പോലെ വളരെ സിമിലർ ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള മറ്റൊരു AI ടൂളാണ്. ഇത് കോപൈലറ്റ് ഉപയോഗിച്ച് നമുക്ക് കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, മെയിലുകൾ, ആർട്ടിക്കിൾസ്, സമ്മറീസ്, അതുപോലെ ഇമേജുകൾ, ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ജനറേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഈ ഒരു കോപൈലറ്റിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, ഇങ്ങനെ കുറച്ച് ഇമേജുകൾ, വാൾപേപ്പേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ട് എന്നറിയാൻ. ഇതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ വാൾപേപ്പേഴ്സ്. നമുക്ക് ഇതുപോലെ പല വാൾപേപ്പേഴ്സും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ നമുക്ക് പല വേർഷൻസ്, ഈ ഒരു ജനറേറ്റ് ചെയ്യുന്ന വാൾപേപ്പേഴ്സിൻ്റെ പല വേർഷൻസും അല്ലെങ്കിൽ പല കാറ്റഗറീസിലുള്ളതും നമുക്ക് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം ഇതിൽ നമുക്ക് ഡയറക്റ്റ് ഇമേജസ് ആഡ് ചെയ്യാം, ഫോട്ടോസ് സ്കാൻ ചെയ്യാം, ഏതെങ്കിലും ഒരു ഫോട്ടോനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതെന്താണെന്ന് നമുക്ക് അതിൻ്റെ മറ്റ് ടൈപ്പിലുള്ള വേരിയൻസിലുള്ള മറ്റ് പല കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ജനറേറ്റീവ് എയുടെ രംഗത്ത് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻസ്മെൻ്റ് ആണ് സോറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോസ്, AI ജനറേറ്റഡ് ആയിട്ടുള്ള അടിപൊളി വീഡിയോസ്, വളരെ റിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വലിയ വലിയ വിപ്ലവങ്ങളാണ് ജനറേറ്റീവ് എയുടെ ഈ ഒരു മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് മോൺ AI. അതായത് നമുക്ക് ഫിനാൻഷ്യൽ ട്രാക്കിങ്, അതായത് നമ്മളുടെ ഫൈനാൻസ്, നമ്മളുടെ എക്സ്പെൻസ്, ഇൻകം, ഇതെല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ധാരാളം നമുക്ക് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൽ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ AIനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മോൺ AI. സോ ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്പ്ലാഷ് സ്ക്രീൻ ലഭിക്കുന്നതാണ്. അതിൽ സിംപ്ലിഫൈഡ്, അഡ്വാൻസ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഒക്കെ കാണും. അതോടൊപ്പം നമുക്ക് ഈ കാറ്റഗറീസ്, ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ കാറ്റഗറീസ് നമുക്കത് AI ബേസ്ഡ് ആണ് അതിൻ്റെ ഇമേജ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റിന്ന് സേവ് ചെയ്യുവാണ്. ഇവിടെ നമ്മൾ സേവ് ചെയ്തു. ഇപ്പം നമുക്ക് ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഈ ഒരു UI അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഐക്കൺ എന്ന് പറയുന്നത് അത് AI ബേസ്ഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ പല കാറ്റഗറീസ്, ഇപ്പോൾ ഞാനൊരു മീഡിയ എന്ന് പറഞ്ഞ് ആഡ് ചെയ്തു. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, കാറ്റഗറീസ് എല്ലാം തന്നെ ഇതിൽ ആഡ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പോയി, ഇപ്പം US$ലാണ് കിടക്കുന്നത്, അത് നമ്മൾ സെറ്റിങ്സിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറൻസി ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിൽ വോയിസ് ഇൻപുട്ട് ഉണ്ട്. സോ നമുക്ക് വോയിസ് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ എക്സ്പെൻസുകളും അതോടൊപ്പം നമ്മുടെ ഇൻകമും ആഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ആഡ് ന്യൂ ട്രാൻസാക്ഷൻ, എന്തിനാണ് ട്രാൻസാക്ഷൻ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാനിപ്പോൾ നെറ്റ്ഫ്ലിക്സ് എന്ന് കൊടുത്തു. നെറ്റ്ഫ്ലിക്സിന് എത്രയാണ് ഞാൻ പേ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് അവിടെ ടൈപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ എക്സ്പെൻസ് ആണ്, അതുകൊണ്ടാണ് ആ ഒരു മൈനസ് സൈൻ കാണിക്കുന്നത്. ഇത് നമ്മുടെ ഇൻകം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻകത്തിലേക്ക് പോവുകയും ഇത് എക്സ്പെൻസിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. സോ ഇത് മീഡിയ ആണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി റെക്കഗ്നൈസ് ചെയ്യും. അങ്ങനെ ഒരു ഗുണവും കൂടെ ഇതിലുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഇൻകം ആഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ എക്സ്പെൻസ് എഴുതിയേക്കുന്നത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഡൗൺ ആരോ കാണാം. അതിൽ ഇൻകം എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ കാണുന്ന ബാറുകൾ, നമ്മളുടെ എക്സ്പെൻസിനകത്തുള്ള ബാറുകൾ, ഇത് നമ്മൾ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോയി ഡ്രാഗ് ചെയ്ത് ഈ ട്രാൻസാക്ഷൻ എന്നുള്ളിടത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് ഇവിടെ ടുഡേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡേറ്റ് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ബേസിക്കലി ഒരു പെയ്ഡ് ആപ്പാണ്. പക്ഷേ ഇതിലെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് എല്ലാം തന്നെ ഫ്രീ ആണ്. അതോടൊപ്പം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15% ഓഫ് ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് പ്രിറ്റി സ്ക്രീൻഷോട്ട്. അതായത് നമുക്ക് നോർമലി സ്ക്രീൻഷോട്ടിനെ ഒരു മോഡിഫൈ ഒക്കെ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടെ രസകരമായിട്ടുള്ള രീതിയിൽ നമുക്കൊരു സ്ക്രീൻഷോട്ട് ഒരാൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ഞാൻ ഈ സ്ക്രീൻഷോട്ട്, ഇത് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ UI ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഓപ്ഷൻസ് ഇതിൽ നമുക്ക് കാണാം. ഇതിൻ്റെ കോർണേഴ്സ് നമുക്ക് റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോർണേഴ്സ് ഈ സ്ലൈഡറിലൂടെ നമുക്ക് ഇങ്ങനെ കർവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസൈനിൽ ആ ഒരു കോർണേഴ്സ് അല്ലെങ്കിൽ എഡ്ജസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി പാഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഷാഡോസ്, നമ്മൾ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കൊടുത്താലേ നമുക്ക് ആ ഷാഡോസ് കാണാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് നണ്ണാണ് താഴെ കൊടുത്തത്. ഇപ്പം ഗ്രേഡിയൻ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് നമുക്ക് സോളിഡ് കളേഴ്സാണ്. സോളിഡ് കളേഴ്സിന് കളർ പാലറ്റ് നമുക്ക് അവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ഞാനൊരു സോളിഡ് കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനിപ്പം ഈ ഒരു ഷാഡോസ് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഷാഡോസ് എത്രത്തോളം ഡെപ്ത് നമുക്ക് ആ ഒരു സ്ക്രീൻഷോട്ടിന് കൊടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇമേജ് തന്നെ, ഈ കളേഴ്സ് അല്ലാതെ ഇമേജും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്തു, ആ ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇമേജ്
ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ഇതുപോലെ സ്ക്രീൻഷോട്ടുകൾ സെറ്റപ്പായിട്ട് ഒരാൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിലെ 4ാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആമി എന്ന് പറയുന്ന കലണ്ടർ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ UI എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റുകൾ മാറ്റുന്ന കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്താലും നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ ഈ കാണുന്നത് ഇവൻ്റ് ആണ്. ഇവിടെ താഴെ നമുക്ക് ടു ഡൂസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടു ഡു ലിസ്റ്റുകൾ, അതായത് നമുക്ക് വേണ്ട ലിസ്റ്റുകൾ, നമ്മുടെ റിമൈൻഡേഴ്സ് ആപ്പിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഡേറ്റ് അനുസരിച്ച് ആ കാര്യങ്ങളും എന്താണെന്നുള്ളത് വെച്ച് നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ആ ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ലിസ്റ്റ്. ഇപ്പം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ലിസ്റ്റാണിത്. സോ അതിലേക്ക് ഒരു എന്തെങ്കിലും എനിക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ റിമൈൻഡേഴ്സിനകത്ത് ആഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്ത് ഇവിടെ സേവ് ചെയ്ത് ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ഇവൻറ്റുകളും ഇതുപോലെ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു താഴെയുള്ള സൈഡിലുള്ള ഈ ഒരു പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവൻറ്റ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇമെയിലും സെൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതൊരു പെയ്ഡ് ഫീച്ചറാണ്. അതുപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇവൻ്റാണ് ഇവിടെ. സോ ഇവൻറ്റുകൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഗസ്റ്റുകളെ അവരുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ച് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ലൊക്കേഷൻ ആഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ, നമുക്ക് ആ ഇവൻ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. സോ അങ്ങനെ നമുക്ക് നമ്മുടെ കലണ്ടേഴ്സും അതോടൊപ്പം തന്നെ നമ്മളുടെ റിമൈൻഡേഴ്സും ഒരുമിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആമി എന്ന് പറയുന്നത്. ഇതിലെ 5ാമത്തെ ആപ്ലിക്കേഷനാണ് പേപ്പർ. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു നോട്ട് ആപ്പ് അല്ല. ഇത് നോട്ട് ടേക്കിംഗ് ആപ്പാണ്. പക്ഷേ ഇത് യൂഷ്വലി നമ്മൾ കാണുന്ന പോലത്തെ ഒരു നോട്ട് ആപ്പ് അല്ല. ഇത് കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്ന റൈറ്റേഴ്സിനെയാണ്. അതായത് ആർട്ടിക്കിൾ, ലെറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നവർക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇതുപോലത്തുള്ള ഡോക്യുമെൻ്ററീസ് അല്ലാന്നുണ്ടെങ്കിൽ റൈറ്റിങ്സ്, ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കൺട്രോൾസും UI ഒക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ കാണാം, മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആരോസ് ഉണ്ട്, താഴേക്ക് പോകാൻ ആരോസ് ഉണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും സ്പെസിഫിക് വേർഡ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. അത് യൂഷ്വലി നമ്മുടെ നോർമൽ നോട്ട്സ് ആപ്പിൽ ഉള്ളതാണ്. ഇനി അതല്ല, കൺട്രോൾ നമ്മുടെ ജസ്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഇതിങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ നോട്ട് ആപ്പിലും ഉള്ളതാണ്. പക്ഷേ നിങ്ങൾ താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ഇവിടെ വരും. അവിടെ നമ്മൾ ഈ ഒരു ഗിയർ ഐക്കണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എക്സ്ട്രാ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതായത് ടൈപ്പ് റൈറ്റിംഗ് മോഡ്, ഫോക്കസ് മോഡ്, ഇതിനകത്ത് കൂടുതലുള്ള പ്രോ ഫീച്ചേഴ്സാണ്. പക്ഷേ ഇതൊന്നും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ആർട്ടിക്കിൾ ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഈ ഒരു പേജിൻ്റെ പേര് ഹെൽപ്പ് എന്നാണ്, അതിൻ്റെ സൈഡിൽ ഒരു ആരോ ഉണ്ട്, അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് നമുക്കിവിടെ കോപ്പി, എക്സ്പോർട്ട്, പബ്ലിഷ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് ഉണ്ട്. സോ എക്സ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇമേജ് ഫോർമാറ്റിൽ PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാം, PDF ആയിട്ട്, HTML, DocX. അതിനുപരി നിങ്ങൾക്കിത് പബ്ലിഷ് ചെയ്യാം ഡയറക്റ്റ് നിങ്ങളുടെ മീഡിയം അക്കൗണ്ടിലേക്ക്. മീഡിയം എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്യാം. വേർഡ്പ്രസ്, നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഇത് ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ വലിയ മെനക്കേടില്ലാതെ ഒരു സിംഗിൾ ടാപ്പിൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ആർട്ടിക്കിൾസ്, റൈറ്റിങ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു പേപ്പർ. സോ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ 6ാമത്തെ ആപ്ലിക്കേഷനാണ് ക്യൂ എന്ന് പറയുന്നത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, വാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൂവീസിൻ്റെ ഒക്കെ ലിസ്റ്റ് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് വെറുതെ ടൈപ്പ് ചെയ്ത് പേര് അടിച്ച് കയറ്റുമല്ല, ആ മൂവി സെർച്ച് ചെയ്ത് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി അപ്ഡേറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിനി ഇറങ്ങാൻ പോകുന്ന മൂവീസ്, അപ്കമിങ് മൂവീസ്, അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ കറണ്ട്ലി പല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ധാരാളം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ആണുള്ളത്. സോ അതിലൊക്കെ ഉള്ള TV ഷോസ്, മൂവീസ് ഇതൊക്കെ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ള ജോൺറയിലുള്ള മൂവീസും TV ഷോസും ഒക്കെ ആണെങ്കിൽ അത് നമ്മളെ ക്യൂവിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. ക്യൂവിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളുടെ ഈ ഒരു മെയിൻ അക്കൗണ്ടിലെ ക്യൂവിലേക്ക് വന്ന് കിടക്കുന്നതായിരിക്കും. അതോടൊപ്പം ഡിസ്കവറി ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് TVസും മൂവി ഷോസും സെർച്ച് ചെയ്ത് ഇത് നമ്മുടെ ക്യൂവിലേക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാം. ഇതിനെല്ലാം ഉപരി ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നോട്ട്സ് ആപ്പിൽ ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചേക്കുന്ന അല്ലെങ്കിൽ എഴുതി വെച്ചേക്കുന്ന ഇതുപോലുള്ള കുറച്ച് പേരുകൾ, അതായത് TV അല്ലെങ്കിൽ മൂവീസിൻ്റെ ഒക്കെ പേരുകൾ നമുക്ക് ഇതുപോലെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ആപ്പിലേക്ക് പോയി കഴിഞ്ഞ് ഈ ഒരു സെറ്റിംഗ്സ് ഐക്കണിൽ ടാപ്പ് ചെയ്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ലിസ്റ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ആ ലിസ്റ്റുകൾ ആഡ് ചെയ്യാം. ഫൈൻ ടൈറ്റിൽസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ മൂവീസിൻ്റെ ലിസ്റ്റ് ഉൾപ്പെടെ നമുക്കിവിടെ വരും. ആ പറഞ്ഞിരിക്കുന്ന പേരിലുള്ള മൂവീസിൻ്റെ അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ആ ടൈറ്റിൽസ് എല്ലാം തന്നെ നമ്മളുടെ ക്യൂവിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും നമ്മൾ ഇഷ്ടമുള്ള TV ഷോസും മൂവീസും ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫൈനലി ക്വിക്ക് നോട്ട്സ്.
ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു നോട്ട് ടേക്കിംഗ് ആപ്ലിക്കേഷനാണ്. വളരെ സിമ്പിളായിട്ടുള്ള വലിയ ഓപ്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു നോട്ട് എഴുതാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇവിടെ ഒരു നോട്ട് ആഡ് ചെയ്തു, നിങ്ങൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ നോട്ട് നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ആപ്പിൾ വാച്ചിലും യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കീ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആപ്പിൾ വാച്ച് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടുന്ന് ആക്സസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ നോട്ട്. അപ്ഡേറ്റ് ആയി കഴിയുമ്പോൾ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണോ നിങ്ങൾ എഴുതിയേക്കുന്നത് അതെല്ലാം തന്നെ നിങ്ങൾക്ക് ആപ്പിൾ വാച്ചിൽ കാണാൻ സാധിക്കും, വായിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസത്തെ മസ്റ്റ് ട്രൈ ആപ്സിൻ്റെ ലിസ്റ്റിലുള്ള ആപ്ലിക്കേഷൻസ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, പീസ്.